ഒരമ്മയ്ക്കോ സഹിക്കാൻ കഴിയില്ല. അത് ചെയ്തേ പറ്റൂ. കുഞ്ഞുങ്ങൾ ഇനിയും ഉണ്ടായിക്കൂടുന്നില്ലല്ലോ. ഇത് സമ്മതിക്കാൻ സീത തയ്യാറാണെങ്കിൽ മറ്റെല്ലാം മറന്ന് ഞാൻ അവളെ സ്വീകരിക്കാം. തീരുമാനിക്കേണ്ടത് സീതയാണ്. ഒരു തെറ്റുകൊണ്ട് കുറെ നന്മകൾ നേടാമെങ്കിൽ നീ ഒന്ന് സംസാരിച്ചു നോക്ക്. രവീന്ദ്രനാഥ് വന്നിരുന്നു. കണ്ടു. പറഞ്ഞതൊക്കെ കേൾക്കുകയും ചെയ്തു. നിനക്കെന്ത് തോന്നുന്നു? മോളെ, അയാള് പറഞ്ഞതിലും കാര്യമുണ്ട്. നിന്റെ ഭാവിക്കും അതാ നല്ലത്. ജീവിതമാണ് വലുത്, പിന്നീട് മറ്റെന്തോ. അതുകൊണ്ട് ഇത് മാത്രമാണൊരു മാർഗമെങ്കിൽ ആലോചിക്കാവുന്നതാണ്. എന്റെ ശരീരത്തിന് ജീവന്റെ ഒരു അംശമായ എന്റെ കുഞ്ഞിനെ ഞാൻ നശിപ്പിക്കണമല്ലേ? ഇതാണോ നിങ്ങൾ എന്ന് ഉയർത്തി പറയാറുള്ള മാതൃത്വത്തിന്റെ മഹത്വം? സ്വന്തം സുഖത്തിനും സൗകര്യത്തിനും വേണ്ടി ഏത് കുഞ്ഞിനെയും ഒരമ്മയ്ക്ക് നശിപ്പിക്കാവല്ലേ? മോളെ, നിന്റെ നന്മയ്ക്ക് വേണ്ടിയാണ്. എന്റെ കുഞ്ഞിനെ നശിപ്പിച്ചിട്ട് ഒരു നന്മ എനിക്ക് വേണ്ട. എനിക്ക് എന്റെ കുഞ്ഞിനെ മതി, അത് മാത്രം മതി. ഇതിനാണോ അയാൾ ഇങ്ങോട്ട് വന്നത്? സ്വന്തം കുഞ്ഞിനെ നശിപ്പിക്കാമെന്ന് പറയുന്ന മനുഷ്യനിൽ നിന്ന് ഇനിയും അവൾക്ക് ജീവിതം കിട്ടുമെന്നോ? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. വിമലേ, ഇക്കാര്യത്തിൽ കുറച്ചുകൂടി പ്രാക്ടിക്കൽ ആകുന്നതാണ് ബുദ്ധി എന്നാണ് എനിക്ക് തോന്നുന്നത്. അച്ഛാ, സീതയെ നിർബന്ധിക്കരുത്. ഒരമ്മയുടെ മനസ്സ് നിങ്ങൾക്കറിയില്ല. രാജിക്ക് അതിനെക്കുറിച്ച് ഭാവനകളേ ഉള്ളൂ. ഞാൻ അനുഭവിക്കുന്നതാണ്. ഓരോ നിമിഷവും ഞാൻ എണ്ണിക്കൊണ്ടിരിക്കുകയാണ്. ഇനിയും 7 ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ. 7 ദിവസങ്ങൾ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഇപ്പോഴും എപ്പോഴും സ്തുതിയായിരിക്കട്ടെ. ഫാദർ യാത്ര പുറപ്പെടുകയാണോ? അതെ, ഒരു മരണാവശ്യത്തിന്. ഒരു കാര്യം പറയാൻ വന്നതാണ്. എന്താണ്? മോൻ ചെന്ന് പ്രാർത്ഥിക്ക്. വിനുവിന് 5 വയസ്സ് തികയാണ് ഫാദർ. ഓഹോ, കോടതിയിൽ നിന്ന് നോട്ടീസ് കിട്ടിയോ? കിട്ടി. എനിക്ക് കഴിയില്ല ഫാദർ. എന്റെ കുഞ്ഞിനെ പിരിയാൻ എനിക്ക് കഴിയില്ല. കോടതി വിധി അനുസരിക്കാതിരിക്കാൻ പറ്റുമോ? നീ സമാധാനമായിരിക്കും. അവൻ നന്മ വരാൻ കർത്താവിനോട് പ്രാർത്ഥിക്കും. ഫാദർ, എങ്ങനെയെങ്കിലും എന്നെ ഒന്ന് രക്ഷിക്കാൻ പറ്റുമോ? എനിക്കിതിൽ എന്ത് ചെയ്യാൻ കഴിയും? അയാളുടെ അപ്പച്ചനോട് ഫാദർ ചെന്നൊന്ന് സംസാരിച്ചു നോക്കിയാലോ? ആര്? ചാണ്ടിയോടോ? ഫലമില്ലാത്ത കാര്യത്തിന് ഞാൻ ഇടപെടണം. സഹായിക്കാൻ ഒരൊറ്റയാളിനെ കഴിയൂ. ദൈവത്തിന് സമയമായി. വരട്ടെ. തെരുവിലേക്ക് ഇറങ്ങുന്നത് പോലെയാണ് ഞാനന്ന് പോന്നത്. ഒരു ആത്മഹത്യയിൽ നിന്ന് പിന്തിരിപ്പിച്ചത്, എല്ലാം നഷ്ടപ്പെട്ടപ്പോൾ പിടിച്ചു നിൽക്കാൻ ശക്തി നൽകിയത് അവനാണ്, എന്റെ മോൻ. വിമലേ, നീ അവന്റെ അമ്മയാണ്. എവിടെയായാലും അവന് നിന്ന് പിരിഞ്ഞിരിക്കാൻ പറ്റുമോ? അവൻ നിന്നെ തേടിയെത്തും. ഇല്ല, ഒരിക്കലും എനിക്കവനെ തിരിച്ചു കിട്ടില്ല. അയാൾക്ക് മകന് ആവശ്യമുണ്ടായിട്ടില്ല. എന്നോടുള്ള വാശി അത്രേ ഉള്ളൂ. വിധി നടപ്പിലാക്കിയതിനു ശേഷം എന്തെങ്കിലും വഴി ആലോചിക്കാമെന്ന് നിന്റെ സീനിയർ പറഞ്ഞിട്ടുണ്ടല്ലോ. അയ്യോ, അത് വെറുതെയാ, എന്നെ ആശ്വസിപ്പിക്കാന്. നിയമം പറഞ്ഞാൽ 5 വയസ്സ് വരെ ആൺകുട്ടിയുടെ മേലൊരു അമ്മയ്ക്ക് അവകാശമുള്ളൂ. ഇല്ല, ഞാൻ അങ്ങനെ തോറ്റുകൊടുക്കില്ല. എനിക്കൊരു ജീവിതം ഉണ്ടെങ്കിൽ അതിന്റെ മോനോടൊത്തായിരിക്കും. അദ്ദേഹം വന്നിരുന്നു. രവീന്ദ്രനാഥൻ കാര്യങ്ങളൊക്കെ പറഞ്ഞു.
കാലത്തെ പുറപ്പെടണമെന്ന് കരുതിയതാ, പറ്റിയില്ല. അങ്ങ് അറിഞ്ഞിരിക്കുമല്ലോ. അറിഞ്ഞു. ഞങ്ങൾ സീതയോട് സംസാരിക്കുകയും ചെയ്തു. പക്ഷെ സമ്മതിക്കണില്ല. അവൾക്കതൊരു വല്ലാത്ത ഷോക്കായി. അതിനുശേഷം അവൾ അധികം സംസാരിക്കാറില്ല. എപ്പോഴും ഒരു മൗന. സമ്മതിക്കാണ്ടിരുന്നാൽ എങ്ങനെയാ? അത് പറ്റില്ല, സമ്മതിക്കണം. എന്താ ഈ പറയണത്? അത്രയ്ക്കുണ്ട് സാറേ മാനക്കേട്. നിങ്ങളൊന്ന് സംസാരിച്ചു നോക്കാം അവളോട്. നമ്മുടെ ഇഷ്ടത്തിന് ജീവിക്കാൻ പറ്റില്ലല്ലോ. നാട്ടുകാരെയും കാണണം, വീട്ടുകാരെയും കാണണം. അതുകൊണ്ടാ അച്ഛൻ പറയണത് നമുക്ക് ഈ കുഞ്ഞ് വേണ്ട. ഇല്ല, ഞാൻ സമ്മതിക്കില്ല. മോളെ, നിനക്കൊരു ജീവിതം വേണം. നിന്റെ അനിയത്തിമാര്, നമ്മുടെ കുടുംബം, എല്ലാവർക്കും വേണ്ടിയാണ് അച്ഛൻ നിന്നോട് അപേക്ഷിക്കുന്നത്. എന്റെ പൊന്നു മോള് സമ്മതിക്കണം. നീയായിട്ടാ മാനക്കേട് ഉണ്ടാക്കി വെച്ചത്. നീയായിട്ട് തന്നെ അത് തീർക്കണം. ഇല്ലെങ്കിൽ ഞങ്ങൾ വല്ല വിഷം വാങ്ങി തിന്ന് ചാവുകയുള്ളൂ. നിർബന്ധിച്ചിട്ട് കാര്യമില്ല. അവള് സമ്മതിക്കില്ല. എനിക്ക് അവളെ ഫേസ് ചെയ്യാൻ തന്നെ കഴിയുന്നില്ല. അവളുടെ ചോദ്യങ്ങൾ എന്റെ ഹൃദയത്തിലാണ് വന്ന് തറച്ചത്. അതെന്നെ എന്നും വേദനിപ്പിക്കും. നാളെ തന്നെ അവളെ കൊണ്ടുപോകണം, ഏതെങ്കിലും നല്ലൊരു ആശുപത്രിയിൽ. അവള് സമ്മതിച്ചോ? ഇനിയിപ്പോ സമ്മതം നോക്കിയിട്ടെന്താ കാര്യം? നാളെ അവളെ കൊണ്ടുപോകാൻ തന്നെയാ എന്റെ തീരുമാനം. പോട്ടെ, പോയി വരൂ. ഞാനായിരിക്കും നിന്നെ ഏറെ വേദനിപ്പിച്ചിട്ടുണ്ടാവുക. സീതേ, നിന്നെക്കുറിച്ചും നിന്റെ ഭാവിയെക്കുറിച്ചും മാത്രമേ ഞാൻ ചിന്തിച്ചിട്ടുള്ളൂ. വിമല പറഞ്ഞതുപോലെ ഒരമ്മയുടെ ഹൃദയത്തെക്കുറിച്ച് എനിക്ക് ഭാവനകളല്ലേ ഉള്ളൂ. നിനക്കും രവീന്ദ്രനാഥിനും ഇനിയും സൗഭാഗ്യങ്ങളുണ്ടാവും. എനിക്കൊരു ശാപം കിട്ടിക്കഴിഞ്ഞു. മുളയിലെ നശിച്ചു പോകുന്ന നിന്റെ കുഞ്ഞിന്റെ ശാപം. പുറപ്പെട്ടോളൂ. സമ്മതിച്ചു അല്ലേ? നിനക്ക് സുഖമായിരിക്കട്ടെ. നിന്റെ ഉള്ളിലെ അമ്മയ്ക്ക് സുഖമുണ്ടാവോ സീതേ? വരൂ.